everyone. അപ്പോൾ ദാ നമ്മുടെ ഇംഗ്ലീഷിന്റെ എക്സാം എത്താറായില്ലേ? അപ്പോൾ ഇംഗ്ലീഷിന്റെ എക്സാംസിന് വളരെ കുറച്ച് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ് റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മാം റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഒരുപാട് കൺവേർഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ അതെങ്ങനെ പഠിച്ചെടുക്കും? ഇത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ദാ ഈ ഒരു ടേബിൾ നിങ്ങൾ വളരെ നന്നായിട്ട് നോക്കി വയ്ക്കാം. ഓക്കെ, ഈ ടേബിളിൽ നിങ്ങൾ നോക്കുക. പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് എന്തായി? സിമ്പിൾ പാസ്റ്റ് ആയി. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. അതായത് പ്രസന്റിലുള്ള എല്ലാം അതിൻ്റെ തന്നെ പാസ്റ്റ് ഫോമിലേക്കാണ് കൺവേർട്ടഡ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ രാം പറയാണ് അല്ലെങ്കിൽ രാഹുൽ പറയാണ് ഐ ഈറ്റ് ആപ്പിൾസ്. അവിടെ കൺവേർട്ട് ആവുമ്പോൾ എന്ത് വരും? ഹി എയ്റ്റ് ആപ്പിൾസ് എന്ന് വരും. ഓക്കെ, അതേപോലെ ഇവിടെ പറയാണ് ഐ ആം ഈറ്റിംഗ് ആപ്പിൾസ്. അവിടെ പോകുമ്പോൾ എന്താവും? ആം ഈറ്റിംഗിന്റെ പാസ്റ്റ് എന്താ? ഹി വാസ് ഈറ്റിംഗ് ആപ്പിൾസ് എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ പറയാണ് ഐ ഹാവ് ഈറ്റൻ ആപ്പിൾസ്. ഹാവ് അവിടെ പോകുമ്പോൾ എന്താവും? ഹി ഹാഡ് ഈറ്റൻ ആപ്പിൾസ് എന്ന് വരും. ഓക്കെ, ഹി ഹാഡ് ഈറ്റൻ എന്ന് വരും. ഹാവ് ബീൻ ഈറ്റിംഗ്, അപ്പൊ ഹാവ് ഇവിടെയുള്ള ഹാവ് ഒക്കെ അവിടെ എത്തുമ്പം ഹാഡ് ആവും. ഹാഡ് ബീൻ ഈറ്റിംഗ് എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? വളരെ സിമ്പിൾ ആയിട്ട്. രാഹുൽ സെഡ് ഐ ഹാവ് ഈറ്റൻ ആപ്പിൾസ്. നമ്മൾ അതിന് എന്ത് പറയും? രാഹുൽ, നമുക്കൊന്ന് കളർ മാറ്റി പറയാം അല്ലേ? രാഹുൽ, നമ്മൾ രാഹുലിനെ അതേപോലെ എഴുതി വെച്ചു. ഇത് എന്തായിട്ട് മാറും? സെഡ് ദാറ്റ്. രാഹുൽ പറഞ്ഞു അല്ലേ? രാഹുൽ സെഡ് ദാറ്റ് ഐ ഹാവ് ഈറ്റൻ ആപ്പിൾസ്. ഐ ആരാ? രാഹുൽ അല്ലേ? ഹി ഹാവിന്റെ പാസ്റ്റ് ഹാഡ് ഈറ്റൻ ആപ്പിൾസ്. അതേപോലെ എഴുതി വെക്കുക, ഈറ്റൻ ആപ്പിൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രസന്റ് ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ വളരെ എളുപ്പമാണ്. അതിൻ്റെ തന്നെ പാസ്റ്റിലേക്ക് മാറ്റിയാൽ മതി. ബട്ട് ജസ്റ്റ് ഇൻ കേസ് നമുക്ക് പാസ്റ്റിനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ സിമ്പിൾ പാസ്റ്റ് അവിടെ പറഞ്ഞു ഐ എയ്റ്റ് ആപ്പിൾസ് എന്നാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ പാസ്റ്റിലേക്ക് മാറ്റും. ഹി ഹാഡ് ഈറ്റൺ. അതിൻ്റെയും പാസ്റ്റിലേക്ക് മാറ്റിയിട്ട് ഹി ഹാഡ് ഈറ്റൺ ആപ്പിൾസ് എന്ന് പറയും. ഐ വാസ് ഈറ്റിംഗ് ആണെങ്കിൽ ഹാഡ് ബീൻ ഈറ്റിംഗ് എന്ന് പറയും. ഓക്കെ, ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് ഓൾറെഡി ഇവിടെ ഐ ഹാഡ് ഈറ്റൺ ആണ് വന്നതെങ്കിലോ സെയിം അത് തന്നെ വെച്ചുകൊണ്ടിരിക്കും. ഓക്കെ, പേടിക്കണ്ട, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ശ്യാം സെഡ് ഐ ഡ്രാങ്ക് മിൽക്ക്. ഓക്കെ, ഐ ഡ്രാങ്ക് മിൽക്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഓ, ദിസ് ഇസ് ഇൻ പാസ്റ്റ് അല്ലേ? ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ശ്യാം സെഡ് ദാറ്റ്. ശ്യാം സെഡ് ദാറ്റ്. ഐ ആരാണ്? ശ്യാം ആണ്. അപ്പൊ ഹി ഡ്രിങ്ക് പാസ്റ്റിലേക്ക് മാറ്റാ. ഹാഡ് drink, drank, drunk. Third form, had drunk milk. Okay, it is as simple as that. Okay, അപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻസിന് നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും? അതും ഈസിയാണ്. WH ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഹെൽപ്പിംഗ് വെർബ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിലേക്ക് ഇഫ് ഓർ വെദർ നിങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. റാം, വേർ ഇസ് ഷീ ഫ്രം? നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ എന്താണ്? WH ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ കൺവേർട്ട് ചെയ്യും? റാം എന്താ ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ചോദിക്കുക ചെയ്യുന്നത്. റാം ആസ്ക്ഡ്. ഈ WH ക്വസ്റ്റ്യൻ ഇവിടേക്ക് എഴുതിയെടുക്കുക. വേർ ഇസ് ഷീ ഫ്രം? അതിൽ ഷീ കൺവേർട്ട് ചെയ്യാനില്ലല്ലോ. വേർ ഷീ ഇസിന്റെ പാസ്റ്റ് എന്താ? ഇസ് പ്രസന്റിലാണ്, നേരെ പാസ്റ്റിക്ക് മാറ്റാ. ഇസിന്റെ പാസ്റ്റ് എന്താ? വേർ ഷീ വാസ് ഫ്രം. അതേപോലെ എഴുതിയെടുക്കുക, വേർ ഷീ വാസ് ഫ്രം. ഓക്കെ, അപ്പൊ റാം ആസ്ക്ഡ് വേർ ഷീ ഈസ് ഫ്രം. വേർ ഈസ് ഷീ ഫ്രം എന്നുള്ളത് എന്താവും? റാം ആസ്ക്ഡ് വേർ ഷീ വാസ് ഫ്രം. ആൻഡ് ഇത് ചെയ്യരുത്, ഈ ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾ ഇടരുത്. അവിടെ എന്ത് ചെയ്യുക? അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം. സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു ഹെൽപ്പ് മീ? അപ്പൊ നമുക്ക് മനസ്സിലായി അഗൈൻ ക്വസ്റ്റ്യൻ ആണ്. റാം എന്തിനെ ചോദിച്ചു? റാം ആസ്ക്ഡ് ക്യാൻ. പക്ഷെ ഇവിടെ WH ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ എന്തിട്ടു? ഇഫ് ഇട്ടു. ഓക്കെ, ആൻഡ് നമ്മൾ യു. ഓക്കെ, ക്യാൻ യു ചിലപ്പോൾ എന്നെ ആയിരിക്കും.
റാം തൽക്കാലം ശ്യാമിനോട് ചോദിച്ചു എന്ന് പറയാം. ഇഫ് ഹി, ക്യാനിന്റെ പാസ്റ്റ് എന്താ? കുഡ്. ഹെൽപ്പ് എഴുതിയെടുക്ക, ഹെൽപ്പ്. മീ ആരാ? അവനല്ലേ, ഹിം. ഓക്കെ, അപ്പോ റാം ആസ്ക്ഡ് ഇഫ് ഹി കുഡ് ഹെൽപ്പ് ഹിം. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. ഷീ ആസ്ക്ഡ് വേർ ആർ യു ഗോയിങ്. അത് നമ്മൾ എങ്ങനെ ചെയ്യും? ഷീ ആസ്ക്ഡ് വേർ ആർ യു ഗോയിങ്. വേർ എന്ത് ചെയ്യും? അതേപോലെ എഴുതിയെടുക്കും. വേർ, എന്നോടല്ലേ ചോദിച്ചത്? വേർ ഐ, ആറിന്റെ പാസ്റ്റ് വാസ് ഗോയിങ്. വേർ ഐ വാസ് ഗോയിങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റാം അതിനൊരു റിപ്ലൈ കൊടുത്തു. റാം റിപ്ലൈഡ്, സെറ്റിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്തിരുന്നു? ദാറ്റ്. ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ്. ഐ ആരാണ്? ഹി. ആമിന്റെ പാസ്റ്റ് എന്താ? Was. He was going to the market. Going to the market. Okay. Next question. She asked, where do you live? Where do you live? Appa edda? She asked. എന്ത് ചെയ്യും? Where WH ആണ്, താഴേക്ക് എഴുതിയെടുക്കുക. Where I live. എന്താ? Where I lived. Okay, live in the past, lived. Next. Okay, she asked. She പിന്നെയും ചോദിക്കാണ്. She asked. WH ആണോ? അല്ല. If I, have in the past, had finished my homework. Okay. ഇനി അതിനൊക്കെ പകരം ആള് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പകരം പെട്ടെന്ന് ഒരു സമയം മുതൽ നമ്മൾ ഓർഡർ ചെയ്യാൻ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. ഓർഡർ ചെയ്യുന്നതാണ് ഏറ്റവും ഈസി. റിക്വസ്റ്റ് ആൻഡ് ഓർഡർ ഒക്കെയാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. എന്തിവിടെ നിങ്ങൾക്ക് ഇമ്പറേറ്റീവ് സെന്റൻസ് വന്നാലും ഷീ, ഇപ്പൊ ഇവിടെ ഞാൻ പറയും ടോൾഡ് മീ, നിങ്ങൾക്ക് എന്ത് പറയാം? ഓർഡേർഡ് മീ എന്ന് പറയാം. ഷീ ടോൾഡ് മീ വരെ എഴുതാം. ഇതിന് മുന്നിൽ ഒരു ടു ആഡ് ചെയ്ത് കൊടുക്കുക. ഷീ ടോൾഡ് മീ ടു close the door. Okay, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സംഭവം, ഈ ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് ഈസി ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദ മോർ ക്വസ്റ്റ്യൻസ് ഇടൂ, അത്രയും നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. ഷീ സെഡ് സിറ്റ് ഡൗൺ. ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യണം? ഷീ ഓർഡേർഡ് മീ. ബാക്കി ആൻസർ നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് താഴെ കോമെന്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.